ഇരുന്നിട്ട് പ്രാപിക്കുക, വിശ്വാസം പ്രാപിക്കുക, വളർത്തുക. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ട അടുത്ത ഭാഗം എന്ന് പറയുന്നത് പ്രാർത്ഥന, ഉപവാസം. 3 കാര്യമാണ് പറഞ്ഞത്. 1 വിശ്വാസം, 2 പ്രാർത്ഥന. പ്രാർത്ഥനയെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. എല്ലാവരും ഭയങ്കര പ്രാർത്ഥനക്കാരെ. യെസ് ഓർ നോ? എല്ലാവരും ഭയങ്കര പ്രാർത്ഥനക്കാരെ. ഇപ്പോൾ പ്രാർത്ഥിക്കാൻ സമയം തന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? പ്രാർത്ഥിച്ച് തകർത്ത് വരും. ഇവിടെ നല്ല പ്രാസത്തിൽ പ്രാർത്ഥിക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ കരഞ്ഞു പ്രാർത്ഥിക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ നല്ല വെടിക്കെട്ട് പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നവരുണ്ട്, ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവരുണ്ട്. എല്ലാം പല പ്രാർത്ഥനക്കാരും ഇതിനകത്തിരിപ്പുണ്ട്. എല്ലാവരും പ്രാർത്ഥനക്കാരാണ്. പക്ഷേ എന്താണ് പ്രാർത്ഥന എന്ന് ഇവിടെ ഉദ്ദേശിച്ചേക്കുന്നത്? ഇതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മൾ പ്രാർത്ഥനയുടെ ഒരു സ്കൂൾ വരെ നടത്തുന്നുണ്ട്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് പ്രാർത്ഥന ഒരു വലിയ ടോപ്പിക്കാണ്. അപ്പോൾ അത്രയൊന്നും നമുക്കിന്നിപ്പോൾ ചിന്തിക്കാനൊന്നും സമയമില്ല. ഞാനതുകൊണ്ട് അത്രയൊന്നും കടന്നു പോയാൽ ശരിയാകത്തില്ല. പ്രാർത്ഥനയ്ക്ക് 2 ആശയമുണ്ട്. ഒന്ന് ഏതാണ്? പെറ്റിഷൻ.